പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അയ്യപ്പൻ്റെ അനുമതി കിട്ടിയില്ല എന്ന് SIT-കാർക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പൻ മൊഴി കൊടുത്തു. അതായത് അയ്യപ്പനും അവിടുത്തെ തന്ത്രിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലെ മൂർത്തിയും അവിടുത്തെ പുരോഹിതനും അല്ലെങ്കിൽ പ്രീസ്റ്റോ തന്ത്രിയും തമ്മിലുള്ള ധ്യാനത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ അയ്യപ്പന് ഇമെയിൽ അയക്കുകയല്ല ചെയ്യുന്നത്. പകരം ദേവൻ്റെ അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയാനുള്ള ഏക അധികാരമുള്ള ആൾ തന്ത്രിയാണ്. അപ്പം ദേവൻ്റെ അനുജ്ഞ എന്ന് പറഞ്ഞാൽ അനുമതി എടുത്താൽ മതി. അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള, അതായത് ആര് പുറപ്പെടുവിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന അറിവുള്ള രാജീവ് തന്ത്രി ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആചാര കാര്യങ്ങളിലെ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി അപ്രകാരം പ്രവർത്തിച്ചില്ല. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുതലുകൾ കൈമാറുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തി. അതായത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിര് പറയാൻ പറ്റൂ? യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലും എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? കേസിൻ്റെ മെറിറ്റിലേക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, എല്ലാ അമ്പലങ്ങളിലും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാ അമ്പലങ്ങളിലും രണ്ട് തരത്തിലാണ് അതിൻ്റെ അധികാര ഘടന. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭരണപരിധിയാണ്. ആത്മീയ കാര്യങ്ങൾ, ആചാര കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എനിക്കങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ 2026 ഇലക്ഷന് വേണ്ടി ഒരു ഇലക്ഷൻ പ്രതിരോധ ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത്. അതായത് CPM-നെതിരെ വരുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് ബന്ധപ്പെട്ടവർക്കെതിരെ വരുന്ന വാദങ്ങളെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ ശ്രദ്ധ തിരിക്കാനും തന്ത്രിയെ ബലിയാടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനും തന്ത്രിയെ ബലിയാടാക്കി ശ്രദ്ധ മാറ്റാനും ഉള്ളൊരു ശ്രമമല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട് ഹൈക്കോടതിയുടെ. ഒന്നിൽ പോലും തന്ത്രിയെക്കുറിച്ച് നെഗറ്റീവായി പരാമർശിച്ചിട്ടില്ല. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണല്ലോ. ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും സ്വമേധയാ എടുത്ത കേസാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ കേസിലെ പരാതിക്കാരൻ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ ഹൈക്കോടതി മുമ്പോട്ട് വെച്ച കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരു ഇടക്കാല വിധിന്യായത്തിൽ നമ്പർ ഇട്ട് അക്കമിട്ട് ഈ 9 കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. നമ്മളെല്ലാം വളരെ ആവേശത്തോടെ കണ്ടതാണ്, അഭിമാനത്തോടെ കണ്ടതാണ്. നമ്മുടെ ഹൈക്കോടതി ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയെ എക്സ്പോസ് ചെയ്യാൻ എടുക്കുന്ന മഹത്തരമായ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിലെങ്കിലും ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരെക്കുറിച്ച് നെഗറ്റീവ് പരാമർശമുണ്ടോ? അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വേട്ടയാടുന്ന എന്തിനാണ്? ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമപ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നിയോ? തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞൊരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ഇനി ഇതിന് മറുപടി, അതുമാണ് വളരെ പ്രസക്തം. ഇനി ഞാൻ അറസ്റ്റ് ചെയ്തു പോയാൽ വേറെ ആരും പറയാനില്ലെങ്കിൽ നിങ്ങൾ പറയണം. നേരെ തിരിച്ച് ഈ ശങ്കർദാസ് എന്ന് പറയുന്ന 83 വയസ്സായ മനുഷ്യൻ, പക്ഷാഘാതം വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് നന്മയാണുള്ളത്? ട്രയലിൻ്റെ ഘട്ടത്തിൽ ഇദ്ദേഹം തെറ്റിയിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞാൽ ചെയ്യാം. പക്ഷേ ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നന്മയും ന്യായവും ഇല്ല. CPM-നോട് എതിര് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. കടകംപള്ളി സുരേന്ദ്രൻജിയോടക്കം CPM-നോട് എതിര് നിൽക്കുന്ന, അടുത്ത തവണ കോൺഗ്രസ് ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ സാറ് മാത്രമായിരുന്നു അന്ന് വിശ്വാസികളോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചത്. ആക്ടിവിസ്റ്റുകൾ വേണ്ട, സ്ത്രീകൾ വേറെ, ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രീ കടകംപള്ളി. എന്തിന്? നമ്മുടെ അയ്യപ്പ സംഗമം, മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമത്തിന് പോലും വന്ന് ശബരിമല വിധിന്യായം സുപ്രീം കോടതിക്ക് തെറ്റായിപ്പോയി എന്ന് പറയാൻ പോലും ധൈര്യം കാണിച്ചതാണ്. ഇതേവരെ കോടതി കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി എതിർപക്ഷത്ത് നിൽക്കുന്നവരെയോ മറുപക്ഷത്ത് നിൽക്കുന്നവരെയോ കരിവാരിത്തേക്കുന്നതിന് എന്ത് മെച്ചമാണ്, എന്ത് നന്മയാണ് ഉള്ളത്? ഇപ്പോൾ ഇന്നലെ പ്രധാനപ്പെട്ട, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പ്രധാനപ്പെട്ട കോൺഗ്രസ് BJP നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണുകയുണ്ടായി. തന്ത്രി ഓക്കെ, ഇപ്പം ഇനി മന്ത്രിയും കൂടെ വേണം. ഈ പ്രാസം ഒപ്പിച്ചാൽ സത്യമാകൂ? ഈ പ്രാസം ഒപ്പിച്ചാൽ ഇനി അടുത്ത മന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്നാൽ അടുത്തത് മുഖ്യമന്ത്രി. ഇതിങ്ങൊരു നിരന്തര പരമ്പരയായി പോകാൻ ഇത് TV സീരീസോ വെബ് സീരീസോ TV സീരിയലോ എന്തെങ്കിലും ആണോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.